നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമുക്ക് ഓണക്കാലം വരികയാണ്. ഈ മഴയ്ക്കൊക്കെ അപ്പുറം ചിങ്ങവിൽ തെളിയാൻ പോകുന്നു. ആ സമയത്തൊരു വലിയ തിരക്കുണ്ടാകും എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് KSRTC പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്ക് തിരിച്ചും അധിക സർവീസുകൾ ഉണ്ടാകും. ഈ മാസം 18 മുതൽ സെപ്റ്റംബർ 1 വരെയാണ് കേരളത്തിൽ നിന്നുള്ള സർവീസ്. ഓഗസ്റ്റ് 19 മുതൽ സെപ്റ്റംബർ 2 വരെ ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്കും അധിക സർവീസുകൾ ഉണ്ടാകും. അശ്വിൻ ഡിയാഗോയാണ് ചേരുന്നത്. അശ്വിൻ ഡിയാഗോ, മറുനാടൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണക്കാലത്ത് നാട്ടിലേക്ക് എത്തുകയും തിരിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്നത് വലിയ യാത്രാ ദുരിതം ഉണ്ടാക്കാറുണ്ട്. KSRTCയുടെ നിലവിലുള്ള പ്ലാൻ എന്താണ്? അമിത, നമുക്കറിയാം ഓണക്കാലമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പലരും നാട്ടിലേക്ക് വരാനുള്ള തിരക്കിലാണ്. ഈ ഒരു ഘട്ടം KSRTC സംബന്ധിച്ചിടത്തോളം വലിയ നിർണായകമായ ഘട്ടമാണ്. കാരണം പ്രിയദർശിനി ഉണ്ടാക്കുന്ന ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അത് മറികടക്കാൻ KSRTC സഹായിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ആഘോഷം സീസൺ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ KSRTC ഇത്തവണ തുനിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേക ബസ് സർവീസുകൾ, അന്തർ സംസ്ഥാന ബസ് സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമാണ് അധിക സർവീസുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ പറയുന്ന നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് സർവീസുകൾ ഓഗസ്റ്റ് 18 മുതൽ സെപ്റ്റംബർ 1 വരെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് തിരിച്ച് സർവീസുകൾ ഓഗസ്റ്റ് 19 മുതൽ സെപ്റ്റംബർ 2 വരെയും ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. KSRTCയിലെ ആഡംബര ബസ്സുകളടക്കം ഇതിനുവേണ്ടി നിരത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സ്പെഷ്യൽ ഫാസ്റ്റ്, അതുപോലെ തന്നെ സൂപ്പർ ഡീലക്സ് ബസ്സുകൾ, മൾട്ടി ആക്സിൽ AC ബസ്സുകളാണ് ഈ ഓണക്കാലത്ത് അധികമായി സർവീസ് നടത്തുക എന്നുള്ളതാണ്. ഇതിന്റെ ബുക്കിംഗ് ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട്. യാത്രക്കാർക്ക് ഇന്നു മുതൽ തന്നെ ഈ KSRTCയിലെ സൈറ്റിലോ അല്ലെങ്കിൽ എന്റെ KSRTC NEO OPRS എന്ന മൊബൈൽ ആപ്പ് വഴിയോ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഡിമാൻഡ് അനുസരിച്ച് കൂടുതൽ ബസ്സുകൾ കൂടി ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് KSRTC എത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ KSRTC റിസർവേഷൻ കൗണ്ടറിൽ നേരിട്ടെത്തിയും ബുക്കിംഗിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഓണക്കാല സീസൺ അതുകൊണ്ട് തന്നെ KSRTC നമുക്കറിയാം സ്വകാര്യ മേഖലയിലടക്കം വലിയ തരത്തിൽ ഈ ടിക്കറ്റ് ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ആ ഒരു കൊള്ള കൂടി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് KSRTC അധിക ബസ്സുകൾ ഈ ഓണക്കാലത്ത് ഓടിക്കാനായി തീരുമാനിച്ചിട്ടുള്ളത്. വിനിത, ശരി, ഏതായാലും ആശ്വാസകരം തന്നെയാണ് KSRTCയുടെ തീരുമാനം. അധിക സർവീസുകൾ ഉണ്ടാകുന്നത് യാത്രാ ദുരിതം കുറയ്ക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.